ISROയുടെ 100ാം ദൗത്യം GSLV F-15 ദൗത്യം ഈ മാസം 29-ന് നാവിഗേഷൻ ഉപഗ്രഹമായ NVS-O2 ആണ് ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. രാവിലെ 6:28-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം. മുഹമ്മദ് റഹീസ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. 100ാം ദൗത്യം ISRO നടത്താൻ പോവുകയാണ്. ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ISROയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ നിറവിലാണ് അവർ. കാരണം സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന വമ്പന്മാർക്ക് മാത്രം സാധ്യമായിട്ടുള്ള ഒരു ടെക്നോളജി ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുണ്ട്. അത് കൈക്കലാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് മറ്റൊരു ചരിത്ര ദൗത്യത്തിലേക്ക് കൂടി നീങ്ങുന്നത്. അതായത് ജനുവരി 29-ന് ISROയുടെ GSLV F-15 ദൗത്യം നടക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് രാവിലെ 6:23-ന് ആകും ശ്രീഹരിക്കോട്ടയിൽ നിന്നും ISROയുടെ ഈ ചരിത്ര വിക്ഷേപണം നടക്കുക. അതായത് ഇന്ത്യയുടെ 100ാമത്തെ ഇത്തരത്തിലുള്ള ദൗത്യമാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ 100ാം ദൗത്യം എന്നുള്ള ഏറ്റവും വലിയ സവിശേഷതയാണ് ISROയ്ക്ക് നിലവിൽ ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം തന്നെ ഈ നാവിഗേഷൻ ഉപഗ്രഹമായിട്ടുള്ള NVS-2 ആണ് ISRO ഈ GSLVയുടെ സഹായത്തോടു കൂടി ബഹിരാകാശത്തേക്ക് അയക്കുക. ഇത് നേരത്തെ ഈ NVS-1 ഒരു വർഷം മുൻപ് ഇത്തരത്തിൽ വിക്ഷേപിച്ചിരുന്നു. അത് കൃത്യമായി പ്രവർത്തിച്ചു വരികയാണ്. ഈ നാവിഗേഷൻ ഉപഗ്രഹമാണ്. അതിന്റെ പൂർണ്ണതോതിലുള്ള ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ ഇതിനോടനുബന്ധമായിട്ടുള്ള മറ്റു ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വിക്ഷേപിക്കുമ്പോൾ അതൊരു ചരിത്ര ദൗത്യമായി കൂടി മാറുക എന്നുള്ളത് ISROയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ രാവിലെ 6:23-നായിരിക്കും വിക്ഷേപണം നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടാണ് ISRO അറിയിച്ചിട്ടുള്ളത്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതിന്റെ അവസാനവട്ട ഒരു തയ്യാറെടുപ്പുകൾ ഒക്കെയും സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ISROയെ സംബന്ധിച്ച് ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിക്ഷേപണ തറയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ചരിത്ര ദൗത്യം കൂടി നടക്കാൻ പോകുന്നത്. ശരി, മുഹമ്മദ് റഹീസ് വ്യക്തമാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ISROയെ സംബന്ധിച്ച് ചരിത്രപരമായ ദൗത്യമാണ് 100ാം ദൗത്യം. പക്ഷേ അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ആദ്യത്തെ ദൗത്യമാണ് എന്നുള്ളത് പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ എല്ലാ ദൗത്യങ്ങളും മുൻപ് നടത്തിയതുപോലെ തന്നെ വിജയിക്കട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്.